സഹകരണ ബാങ്ക് ജീവനക്കാരൻ ലഹരി വിൽപ്പന കേസിൽ അറസ്റ്റിലായ സംഭവത്തിൽ പ്രതിഷേധവുമായി ബിജെപി. മാതിരപ്പള്ളി സ്വദേശി ബാബ പി ഇബ്രാഹിമാണ് MDMA വിൽപ്പനയ്ക്ക് രണ്ടാം തവണയും അറസ്റ്റിലായത്. ഒരിക്കൽ അറസ്റ്റിലായ വ്യക്തി വീണ്ടും ജോലിക്ക് കയറുന്നതിന് പിന്നിൽ ഭരണസമിതി കോൺഗ്രസ് അംഗങ്ങളുടെ ഒത്താശയെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കി. മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുപ്പാടി ബ്രാഞ്ചിലെ ക്യാഷ്യർ ബാബ പി ഇബ്രാഹിമിനെ 2 തവണയാണ് MDMA വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിലെ ജീവനക്കാരൻ ആദ്യ തവണ MDMA വിൽപ്പന കേസിൽ അറസ്റ്റിലായി ശേഷം വീണ്ടും ഇതേ കേസിൽ അറസ്റ്റിലാകുമ്പോൾ ബാങ്കിൽ ജീവനക്കാരനായി തുടരുകയായിരുന്നു. NDPS വകുപ്പ് പ്രകാരം ചാർജ് ചെയ്ത കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ വീണ്ടും അതേ സ്ഥാപനത്തിൽ ജോലിക്കെടുത്തതിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കളുടെ ഒത്താശയുണ്ടെന്നാണ് BJP നേതൃത്വം ആരോപിക്കുന്നത്. മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലെ ഒരു ജീവനക്കാരനായിരുന്ന ബാബ പി ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിനെ രണ്ടാം തവണയും MDMA കൊടുത്ത കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ തവണ പുള്ളി സർവീസിലിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ബാങ്ക് സസ്പെൻഡ് ചെയ്തു. ബാങ്കുകാർ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആള് ജയിലിൽ നിന്നിറങ്ങി വീണ്ടും ജോലിയിൽ കയറി. എന്തടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്ത ഒരാളെ രണ്ടാമതും ജോലിയിലേക്ക് കയറ്റിയത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും കോൺഗ്രസിന്റെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത് എന്ന്. ഇതിനകത്ത് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സൈഡിൽ നിന്നുമുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ പ്രതിഷേധ പരിപാടികളായിട്ട് മുമ്പോട്ട് പോകും. മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കുന്നത് വരെ ഞങ്ങൾ ഈ പരിപാടികളുമായിട്ട് തുടർന്നു പോകും എന്നറിയാം. MDMA ചില്ലറ വിൽപ്പന നടത്തിയിരുന്ന ഇയാൾക്ക് പിന്നിലുള്ള വൻപന്മാരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇയാളെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ BJP മുനിസിപ്പാലിറ്റി വെസ്റ്റ് മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.